ഹായ് ഗൈസ്. ഞാനപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. അതായത് ഇന്ന് കുറച്ച് ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം, സിനിമക്ക് പോകണം, ഫുഡ് കഴിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. സോ ഞാനെല്ലാം എടുക്കാം. മീറ്റ് സിസ്റ്റർ അനക. അപ്പം ഞങ്ങളാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്. ഞങ്ങൾ എന്തെടുക്കാൻ പോകണം? ഞങ്ങൾ ഡാൻസ് എടുക്കണം ഗൈസ്. നൈറ്റ് ഡ്യൂട്ടി. ഞങ്ങൾ രണ്ടെണ്ണം നൈറ്റ് ആയിരുന്നു. നൈറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ ഡെഡിക്കേഷൻ കാരണം ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോകണം. പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ചെയ്യണമല്ലോ. അതാ. അപ്പോൾ ഞങ്ങൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ എടുക്കാൻ പോവാണ്. കൊളായാലും ഇല്ലെങ്കിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യും. ഞങ്ങൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. സോറി ഗൈസ്, ഞാൻ ഇതുപോലെ പോസ്റ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, കണ്ടില്ലേ? ഉടുപ്പല്ല, ചുരിദാർ മതി. ഇനി ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോവാണ്. ബായ് ഗൈസ്. ഞങ്ങൾ റെഡി ഇറങ്ങി ഗൈസ്. ഞങ്ങൾ ഒട്ടും ലേറ്റ് അല്ല. ഞങ്ങൾ 8:30 പ്ലാൻ ചെയ്ത റീലാണ്. സമയം വെറും 9:45 ഗൈസ്. അതെ, ഞങ്ങൾ ഫോട്ടോ ഇട്ടോ. ഇവിടെ പ്രകൃതിരമണീയമായ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് വരിക. കണ്ടോ? ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. സൂപ്പറായില്ലേ? കണ്ടോ? ഇതാണ് നമ്മളെ ഹോസ്റ്റൽ. നമ്മൾ ഇറങ്ങി പോവാണ്. നടക്കോ, വണ്ടിക്കോ. ഗൈസ്, ഒരു ട്വിസ്റ്റ് ഉണ്ട്. മഴ നമ്മളെ ചതിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം തന്നെ മഴ ഇറ്റിറ്റ് വീഴുന്നു ഗൈസ്. മഴ പെയ്താലും ഞങ്ങൾ എവിടെ കയറി നിന്നിട്ടായാലും ഞങ്ങൾ റീലെടുക്കും. അതാണ് ഞങ്ങൾ ഡെഡിക്കേഷൻ ഗൈസ്. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത്, സോറി ആ ലോറി പോയിട്ടെന്നിട്ട് പറഞ്ഞുതരാം. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒപ്പമുള്ള ആൾക്ക് ഒരു മടി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരാളെ കിട്ടിയിട്ടില്ല ഗൈസ്. അതാ, നമുക്ക് ഒപ്പമുള്ള ആളുടെ കോൺഫിഡൻസ് നമ്മളെ കോൺഫിഡൻസിനെ ബാധിക്കും. സോ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം ഒപ്പമുള്ള ആൾ. അതാ, നമുക്കൊരു മടി ഉണ്ടാകാൻ പാടില്ല വീഡിയോ എടുക്കാൻ. അപ്പൊ റോഡ് കൂടെ എടുക്കണം. അതെ, ഞങ്ങൾക്കൊരു നാടകമാനല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? റോഡ് കൂടെ പോകണം നമ്മൾ നോക്കും. പക്ഷെ തളരരുത്. ഇഷ്ടംപോലെ വണ്ടി പോകുന്ന ഒരു റോഡാണിത്. പക്ഷെ ഞങ്ങൾ അത് ബോധടല്ല. പലരും ഞങ്ങളെ നോക്കി പലതും പറയുന്നുണ്ട്. ഞങ്ങൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പൊ ഇത് സക്സസ് ആവുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഞങ്ങൾ സഹിക്കേണ്ടി വരും. അതെ, അതാണ് ഇപ്പൊ പറയാനുള്ളത്. സഹിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഓട്ടോറിക്ഷ കിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പ്രകൃതിരമണീയമായ കോട്ടയം. ഗൈസ്, ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. നല്ല രസമല്ലേ? സൂപ്പർ അല്ലേ? തുടങ്ങിയ അടുത്ത വ്ളോഗർ അനക ശ്രീനാഥ് മീറ്റ്. സൂപ്പർ അല്ലേ? അങ്ങനെ ഞങ്ങൾ ഇനി ഞങ്ങൾ ബാഗൊക്കെ മാറ്റി വെച്ച് മുടിയൊക്കെ ചീകി റെഡി ആവട്ടെ. റെഡി ആയിക്കണ്. എന്നാലും കൊള്ളാട്ടെ അവിടുത്തെ ലൈറ്റിങ്. ഗൈസ്, എങ്ങനെ വന്നു ഞങ്ങളെ നോക്ക്. ക്ഷീണിച്ച് ആകെ ഗൈസ് തളർന്നു പോയി. ഇനി പറ എക്സ്പീരിയൻസ്. ഞങ്ങളെ റീൽസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി എഡിറ്റ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ പോവുള്ളൂ. പിന്നെ ഞങ്ങൾ സമയം ഉണ്ടെങ്കിൽ ഒരു റീൽ കളിക്കും. യെസ്, സ്വന്തമായിട്ട് ക്ഷീണിച്ചു. അതെ, ക്ഷീണിച്ചു. കണ്ടോ എങ്ങനെ വന്നാണ് അപ്പൊ അത്രയുള്ളൂ ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് ഇനി ഞങ്ങൾ എഡിറ്റ് ചെയ്യട്ടെ. കുറച്ചേരം വെറുതെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യും. ഞങ്ങൾ അടുത്ത ഡാൻസ് പഠിക്കും ഗൈസ്. ഞങ്ങളുടെ ഒരു വലിയ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഉദ്യാനപാതയിൽ എന്ത് വെക്കണം, ഒരു ചാർജിങ് പ്ലഗും കൂടെ വെക്കണം. കാരണം ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് ചാർജ് കഴിഞ്ഞ് പോകണ്ടേ. അപ്പോൾ അതിന്റെ വിഷമത്തിലാണ് ഞങ്ങൾ. വ്ളോഗ് എടുക്കണത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരണം. അതെ, എന്താ സംഭവിക്കുന്നത്, എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടണം നിങ്ങൾ ഇവിടെ കാണണം. അതുകൊണ്ട് ഞങ്ങൾ ചാർജ് ഇല്ലായിട്ട് വ്ളോഗ് എടുക്കണത്. അതെ, ഓക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഇരുന്നാലോ? ഇത് ഞങ്ങൾ എഡിറ്റ് ചെയ്യട്ടോ ഗൈസ്. ഞങ്ങളിവിടെ ഒരു കട പോലും തുറന്നിട്ടില്ല. ഞങ്ങൾക്ക് കുറച്ചൊരു ഉപ്പ് സോഡേ അതെ ഇച്ചിരി തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കിയിട്ട് ഞങ്ങൾ ടയേർഡായി. ഒരു കട പോലും ഇല്ല ഗൈസ്. നിങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡായി. കണ്ടാലറിയില്ല. കണ്ടോ? പക്ഷെ
എല്ലാ കടയും ക്ലോസ് ആണ്. ഇവിടെ വൈകുന്നേരം മാത്രം ഇതൊക്കെ തുറക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അത് മാറ്റണം. പ്ലഗ് വെക്കുന്നതിന്റെ കൂടെ കടയും കൂടെ പകലും കൂടി കടകളൊക്കെ തുറക്കണം. അതെ, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെ, ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ ആഗ്രഹങ്ങളൊക്കെ. അനഘ ശ്രീനാഥ് ഗൈസ്, ഞാൻ തളർന്നു ഗൈസ്. എനിക്ക് വെള്ളം വേണം. ഒച്ചുണ്ടാക്കി വെള്ളം തരൂ. അലറണ് ഗൈസ്. ഞങ്ങൾ ഇനി ഇവിടെ വെള്ളം കുടി തുടങ്ങിയോള്. അനഘ ശ്രീനാഥ് ഇഷ്ടമല്ല ഈ സൗണ്ട്. തിന്നാൻ തരട്ടെ എൻ്റെ അതും കൂടി. ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. ഗൈസ്, എനിക്ക് ഈ സാധനം ഒന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ ബളബിളായ ഇവിടെ കാണില്ല അല്ലേ. ഓക്കെ, കുറച്ചും കൂടി സോഫ്റ്റായ ബളബിളായ തേങ്ങയാണ് ഇഷ്ടം. അപ്പോൾ ഇത് അനഘ ശ്രീനാഥ് ഫുള്ള് തിന്നു. ഞാൻ നോക്കിയിരിക്കും. അമ്മ ഇപ്പം ആലോചിക്കുന്നുണ്ടാവും ചെന്നില്ല പിന്നെ അത് വാങ്ങിയത് അല്ലേ. ഇവിടെ നിന്ന് നേർച്ച ഉണ്ട് ഇവിടെ അടുത്ത്. അപ്പം ഞങ്ങൾക്ക് അവിടെ നേർച്ച ചോറ് തരാൻ പറഞ്ഞിരിക്കണ്. നമ്മളങ്ങനെ തേങ്ങാച്ചോറ് ബീഫുമായി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോ കയറി നമുക്ക് എന്ത് ചെയ്യണം? മിന്നൂനെടുക്കണം. മിന്നൂനെടുക്കാൻ ഞാനില്ല. ഇവിടെ പകുതിക്ക് നമ്മളിവിടെ ഒഴിവാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? മിന്നൂനെടുത്തിട്ട് നമ്മൾ പോവും. ഗൈസ്, നമുക്ക് മിന്നുവിനെ കിട്ടിയിട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ മന്തി തിന്നാൻ വന്നു. ഇവിടെ വെള്ളം കിട്ടും. ഒച്ച ഉണ്ടാക്കണ്ട, കാരണം ഓൾറെഡി കട തുറന്നപ്പോൾ ഞങ്ങൾ വന്നു. അപ്പോൾ ഇവിടെ ഓണായി വരുന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് 1 മണിക്ക് സിനിമ കാണാണ്ട്. കഴിക്കട്ടെ കേട്ടോ. ഒന്നുമില്ല, നമുക്ക് ഇതിങ്ങനെ തിന്ന് തീർക്കാം. ഗൈസ്, മന്തി വന്നില്ല. ഗൈസ്, ഞങ്ങൾ ഷടപ്പട ചോറ് തിന്നിറങ്ങി. ചോറല്ല, മന്തി തിന്നിറങ്ങി. ഇനി ഞങ്ങൾ തിയേറ്ററിൽ പോകണേ. നേരല്ല, സമയം 1 മണിക്കാണ് ഷോ. സോ ഞങ്ങൾക്ക് വേഗം പോകണം. ഗൈസ്, ഞങ്ങൾ പടം കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ പറഞ്ഞോ പടത്തിനെ പറ്റി. ഇട്ടിട്ട് വേണം. ഒക്കെ ഇഷ്ടമായി ഗൈസ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഫോൺ ഇപ്പം സ്വിച്ച് ഓഫ് ആവും. ഗൈസ്, ഞങ്ങളങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. കണ്ടോ ചോറിനൊക്കെ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഞാൻ ഈ വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നതാണ്. ബായ്. അപ്പോൾ ഇത്ര നേരം എൻ്റെ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.